കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും വിശേഷിച്ചും കോൺഗ്രസും പൊതുജനങ്ങളും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും പല കാര്യങ്ങളുണ്ട്. ഏത് ആശയവിശ്വാസം പുലർത്തിയിരുന്ന ആളാണ് എങ്കിലും സ്വന്തം അഭിമാനം വ്രണപ്പെട്ടാൽ ആണുങ്ങൾ പ്രതികരിക്കും. സന്ദീപ് വാര്യർ ചെയ്തത് അതാണ്. ബിജെപിയിൽ നിലവിലുള്ള ഏത് നേതാക്കളെയും കേരള രാഷ്ട്രീയത്തിലുള്ള നേതാക്കളിലും അറിവുകൊണ്ടും കഴിവുകൊണ്ടും പ്രമുഖനായ വിരലിൽ എണ്ണാവുന്ന നേതാക്കളിൽ ഒരാളാണ് സന്ദീപ്. സന്ദീപ് ഉയർത്തിയ അവഗണന വിഷയം കേരള ജനതാ പാർട്ടിയുടെ അണികൾക്കും വോട്ടർമാർക്കും തള്ളിക്കളയാവുന്ന ഒന്നല്ല. ഒരു നേതാവിന് ഇതാണ് അനുഭവം എങ്കിൽ ശബരിമല പ്രക്ഷോഭകാലത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന അട്ടപ്പാടിയിലെ യുവാവിനും മറ്റ് അസംഖ്യം പ്രവർത്തകർക്കും അവഗണന നേരിടേണ്ടി വന്നതിൽ ആർക്കും അത്ഭുതം വേണ്ട. ആരാണ് ഈ കൃത്രിമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്? തേര് വലിച്ചപ്പോൾ ചെരുപ്പ് ഇട്ടത് തെറ്റാണ്. വൃശ്ചികമാസം 1-ാം തീയതി ചോദിക്കട്ടെ, കൃത്രിമം കാണിച്ചു അയ്യപ്പ സ്വാമിയെ വിറ്റ് ഇരുമുടിക്കെട്ട് സ്വയം വലിച്ചു താഴെ ഇട്ടത് ആരാണ്? അങ്ങനെ കാപട്യത്തിലൂടെ നേതാവായവൻ ആരാണ്? തീർന്നില്ല. സെക്രട്ടറിയേറ്റ് സെക്ഷനിൽ തീപിടുത്തമുണ്ടായി അഥവാ ഉണ്ടാക്കി. അവിടെ ആരെക്കാളും മുമ്പ് പ്രത്യക്ഷപ്പെട്ട് കള്ളത്തരം കാണിച്ച ഉള്ളിയെ അറിയാത്ത ആരുണ്ട്? അധികാരത്തിനോടുള്ള ആക്രാന്തം കൊണ്ട് കാസർഗോഡും പത്തനംതിട്ടയിലും മത്സരിച്ച വിരുദ്ധൻ ആരാണ്? അങ്ങനെ മത്സരിച്ചാൽ രണ്ടാണ് ഗുണം. ജയിച്ചാൽ അധികാരം, ജയിച്ചാലുമില്ലെങ്കിലും ഇലക്ഷന് കിട്ടിയ ഫണ്ട് കക്കാം. ശോഭ സുരേന്ദ്രൻ കള്ളത്തരം പറയുന്ന നേതാവല്ല. ശോഭ കഴക്കൂട്ടത്തിൽ മത്സരിച്ചപ്പോൾ അവർ വിജയിക്കാതിരിക്കാൻ ആ മണ്ഡലത്തിലെ ഇലക്ഷന് ചിലവായി കേന്ദ്രം നൽകിയ തുക കൊടുക്കാതെ ശോഭ തോൽക്കാൻ വേണ്ടി പണിയെടുത്തവരാണ് ഉള്ളിയും കൂട്ടുകാരും. ശോഭയ്ക്ക് ഇതുകാരണം വളരെ സാമ്പത്തിക ബാധ്യത ഉണ്ടായി. എത്ര വർഷങ്ങളായി പാലക്കാട് മുനിസിപ്പാലിറ്റി ബിജെപി ഭരിക്കുന്നു? സന്ദീപ് വഞ്ചിച്ചു എന്ന് മോങ്ങുന്ന ബിജെപിക്കാർ പറയണം എന്തുകൊണ്ടാണ് കൽപ്പാത്തി മുഴുവൻ ഷാഫിക്ക് കുത്തിയത് എന്ന്. കൃഷ്ണകുമാറിന്റെയും കൃഷ്ണദാസിന്റെയും നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയിൽ ഡെപ്പോസിറ്റ് മുഴുവൻ ആരുടെയാണ്? അമൃത് പദ്ധതിയിൽ കേന്ദ്രം എത്ര രൂപ നൽകി? ആ തുക എവിടെ? ഇവർ എങ്ങനെ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയും? ഭാര്യയുടെ അമ്മയെയും ഭാര്യയുടെ അനിയത്തിയെയും വ്യാജരേഖകളുണ്ടാക്കി വീട്ടിൽ നിന്നും ഇറക്കിവിട്ട മാന്യനാണ് ഈ കുമാരനും കുമാരന്റെ കൂട്ടുകാരൻ ദാസനും. മാധ്യമങ്ങൾ അത് അന്വേഷിച്ചോ? നിഷ്ക്രിയനായി അവഹേളിതനായി ബിജെപിയിൽ തുടരാതെ പുറത്തു പോയത് സന്ദീപിന് നല്ലത്. ബിജെപിയുമായി ഒരു ബന്ധവുമില്ലാത്ത ശ്രീജിത്ത് പണിക്കരെ പോലും അപമാനിച്ച മൂടന്റെ കീഴിൽ എങ്ങനെ ജോലി ചെയ്യാൻ? പാലക്കാട് ആര് ജയിക്കണം? സ്വാഭാവികമായും സരിൻ ജയിക്കണം. എന്തുകൊണ്ട്? കേരളത്തിൽ ഹിന്ദു കൂട്ടായ്മക്ക് ഊർജ്ജം നൽകിയ, അതിനുവേണ്ടി സ്വന്തം ഇമേജ് കൂടി നഷ്ടപ്പെടുത്തിയ നേതാവാണ് പിണറായി. അനാവശ്യ പ്രശ്നങ്ങളുണ്ടാക്കി ഹിന്ദു വിരോധം നേടാൻ പിണറായി വിഡ്ഢിയൊന്നുമല്ല. കേരളത്തിൽ ബിജെപിക്ക് അനുകൂലമായ ഒരു വികാരമുണ്ടാക്കിയ രണ്ട് നേതാക്കളെ ഉള്ളൂ. അത് ജാവദേക്കറോ കുമ്മനമോ സുരേന്ദ്രനോ അമിത്ഷായോ അല്ല. അത് നരേന്ദ്രമോദിയും പിണറായി വിജയനുമാണ്. ഇവർ മാത്രമാണ്. മോദി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് ഈ പുരോഗതി ഉണ്ടാകില്ലായിരുന്നു. പിണറായിയെപ്പോലെ ആർജവമുള്ള ഒരു നേതാവ് ഇല്ലായിരുന്നു എങ്കിൽ ഹിന്ദു വിരോധം സ്വയം ഏറ്റെടുത്ത് ഹിന്ദുവിനെ ഏകീകരിക്കാൻ ധൈര്യമുള്ള വേറൊരു നേതാവ് ഇന്ന് കേരളത്തിലില്ല. എന്തിനാണ് ഈ കളവുകൾ? 10 വർഷങ്ങൾ മര്യാദക്ക് ഒരു മുനിസിപ്പാലിറ്റി ഭരിക്കാൻ അറിയാത്തവർ കേരള നിയമസഭയിൽ പോയി എന്തു ചെയ്യാനാണ്? പാലക്കാടിലെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണിത്. ജാവദേക്കറും നദ്ദയുമെല്ലാം നിഷ്ക്രിയരും കഴിവ് കെട്ടവരും ആയവർ ആയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിജയേട്ടൻ ഇത്രയധികം നല്ല സാഹചര്യങ്ങളുണ്ടാക്കിയിട്ടും അത് ഉപയോഗിക്കാൻ അറിയാത്ത ശുംഭന്മാർ. കഴിവുള്ള നേതൃത്വത്തെ പ്രതിഷ്ഠിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ ബിജെപിയുടെ വളർച്ച എത്രയോ മടങ്ങായിരുന്നേനെ. അതിനിടെ എത്രയോ നല്ല നേതാക്കൾ വന്നു. എല്ലാവരും നരേന്ദ്രമോദിയുടെ കഴിവിൽ ആകൃഷ്ടരായി വന്നവരാണ്. പല DGPമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, പ്രമുഖർ എന്നിങ്ങനെ പലരും. സുതാര്യത ഉള്ള മോദിജിയുടെ ഭരണത്തിൽ ആകൃഷ്ടരായി ഏറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാജസേനൻ, സന്തോഷ് പണ്ഡിറ്റ്, രാമസിംഹൻ, സുരേഷ് ഗോപി, ശ്രീജിത്ത് പണിക്കർ, ഷാജിൻ സ്കറിയ ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്നും വ്യക്തിത്വങ്ങൾ വന്നു. സുരേഷ് ഗോപിയെ ഒതുക്കാൻ ഉള്ളിയും കൂട്ടരും പരമാവധി നോക്കി.
നടന്നില്ല. ബാക്കി എല്ലാവരെയും വെറുപ്പോടെ വൈരാഗ്യത്തോടെ നോക്കിക്കണ്ടു. പലരെയും അപമാനിച്ചു. ഇതിനിടെ ആരൊക്കെ വളർന്നു? സുരേന്ദ്രൻ വളർന്നു, ഉള്ളിയുടെ കൂട്ടുകാർ വളർന്നു, ഈരാളുങ്കൽ വളർന്നു, പിന്നെയോ കേന്ദ്ര സംസ്ഥാന റോഡ് മന്ത്രിമാർ വളർന്നു. ഒരു റോഡ് പണിയുമ്പോൾ എത്ര വളരാം എന്നും അതിൽ സൊസൈറ്റിയുടെ പങ്കും അറിയാൻ ആലപ്പുഴയിലെ സുധാകരേട്ടനോട് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? സന്ദീപ് പോയാൽ പോകട്ടെ, കൂടെ ഉള്ളി കഴിക്കാത്ത വചസ്പതിയും ശിവശങ്കറും പോകട്ടെ, ശോഭ ആണെങ്കിൽ പോകുന്നുമില്ല, ബാക്കിയുള്ള പരമാവധി ആളുകളെ കളയാം. കേരളത്തിൽ നിലവിലുള്ള ബിജെപിയുടെ വളർച്ചയുടെ ഒരേ ഒരു കാരണം ജനങ്ങൾക്കിടയിൽ നരേന്ദ്രമോദിയോടുള്ള സ്നേഹം തന്നെയാണ്. സുരേഷ് ഗോപിക്ക് എതിരായി വ്യാജവാർത്ത ഉണ്ടാക്കാനും അപമാനിക്കാനും പരമാവധി ശ്രമിക്കുന്നതും ഉള്ളിയും കൂട്ടരുമാണ്. സുരേഷ് ഗോപിക്ക് അഭിനയിക്കണമെങ്കിൽ അഭിനയിച്ചോട്ടെ. അയാൾ ജോലി ചെയ്തു പണം സമ്പാദിച്ചു കക്കാതെ ജീവിക്കുന്നതിൽ അമിത്ഷാ എന്തിനാണ് പരിഭവം? മന്ത്രിയായി തുടരുമ്പോഴും 3 മാസം വീതമുള്ള അവധികൾ എടുത്ത് പല തവണയായി അയാളുടെ തൊഴിൽ ചെയ്യട്ടെ. അതിന് സമ്മതിക്കാത്തത് ആരായാലും പരമ ചെറ്റത്തരമാണ്. യുവാക്കൾ വളരാൻ അനുവദിക്കാതെ നിങ്ങളൊക്കെ എന്ത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് വിളിച്ചോതുന്നത് കോമാളികളെ? ഇതിലും നിങ്ങൾ പിണറായിയെ കണ്ടു പഠിക്ക്. റഹീം, റിയാസ്, ബ്രിട്ടാസ്, രാജേഷ്, ഷംസീർ, ചിന്ത, വീണ, ആര്യ, ദിവ്യ, ആർഷോ, അങ്ങനെ എത്രയോ ചെറുപ്പക്കാർ, അവരുടെ ജീവിത പങ്കാളികൾ തുടങ്ങി പലരും വളർന്നു. പിണറായിയുടെ കാരുണ്യത്താൽ സുരേന്ദ്രന്റെ മകൻ വളർന്നു. ആദർശവനായ ജയരാജന് ക്വാളിസ് കാർ കിട്ടി, സ്ഥാനം കിട്ടി. അപ്പോൾ ജയരാജനും മനസ്സിലായി കേരളത്തിൽ തീവ്രവാദ സംഘടനകളും മതപഠന കേന്ദ്രങ്ങളും ജിഹാദികളും തമ്മിലുള്ള ബന്ധം. ഇതെല്ലാം നന്നായി മനസ്സിലാക്കിയത് ആദ്യം കണ്ണൂരിലെ നേതാക്കളാണ്. അവരാണ് യഥാർത്ഥ ഹിന്ദുക്കൾ, നാളെ ഹിന്ദുക്കളുടെ വോട്ട് നേടാൻ പോകുന്നവർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനം സാധാരണ ഹിന്ദുക്കളാണെന്നും മുസ്ലിം പ്രീണനം തെറ്റായി എന്നും വൈകിയെങ്കിലും മനസ്സിലാക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. ഇതിനിടയിൽ നപുംസകങ്ങളായ CPIക്കാർക്ക് ഒരു റോളുമില്ല. CPMും കോൺഗ്രസും കടക്ക് പുറത്ത് എന്ന് ആക്രോശിച്ചാൽ തീരുന്നതാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ബിജെപിയും തീവ്രവാദ പാർട്ടികളും ഒഴികെയുള്ളവ. അതിനിടെ വാര്യരെ കളിയാക്കി മുരളിയേട്ടൻ ഒരു നാവാട്ട് നടത്തുന്നത് കേട്ടു. മുരളിയേട്ടന് DIC ഉണ്ടാക്കി പോയതും ഇളിഭ്യനായി തിരിച്ചുവന്നതും വ്യക്തമായി ഓർമ്മയുണ്ട് എന്ന് അത് കേട്ടപ്പോൾ മനസ്സിലായി. കറിവനൂരും കൊടകരയും തമ്മിലുള്ള ബന്ധം നന്നായി അറിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് സന്ദീപ് CPMൽ പോകാതിരുന്നത് എന്ന് ഞാൻ കരുതുന്നു. സന്ദീപിന്റെ എതിർകക്ഷികൾക്ക് ഏറെ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണല്ലോ അത്. സന്ദീപിന്റെ അഭിമാനം സംരക്ഷിക്കാൻ സന്ദീപ് തിരഞ്ഞെടുത്ത പാർട്ടിയാണ് ബെറ്റർ ഓപ്ഷൻ. പക്ഷേ ഇലക്ഷനായാൽ മുരളി ഹസൻ തുടങ്ങി എന്നെ പുറത്ത് കളയേണ്ട ഊളകൾ മുഴുവൻ തലപൊക്കും. എങ്കിലും കോൺഗ്രസിന് കിട്ടിയത് ഏറെ കഴിവുള്ള ഒരു നേതാവിനെ തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. ഉള്ളി കൂട്ടിക്കൊടുപ്പ് തുടങ്ങി വർഷം ഏറെയായി. പാലക്കാടിലെ പ്രചാരകയായിരുന്ന ആമ്പല്ലൂർ ശശി ഏട്ടൻ ഒരിക്കൽ ഡൽഹിയിൽ വെച്ച് ഉള്ളിയെ കഠിനമായി താടനം ചെയ്തത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. ഇനി കോൺഗ്രസ് ആണ് അടുത്ത ഭരണത്തിൽ എങ്കിലോ? കോൺഗ്രസ് 3 മന്ത്രിമാർ, ആർക്കും വേണ്ടാത്ത വകുപ്പുകളും പിന്നെ ആഭ്യന്തരവും. തീവ്രവാദികൾ, പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, സാമൂഹിക ക്ഷേമം, പഞ്ചായത്ത്, വ്യവസായം. കേരളം കോൺഗ്രസ്, റവന്യൂ, ജലസേചനം, ധനകാര്യം, മറ്റ് കീടങ്ങൾ, കൃഷി, സഹകരണം എന്നുവെച്ചാൽ ഭരണം സ്നേഹകുടുംബത്തിൽ അല്ല തീവ്രവാദി മക്കളിൽ ആകും എന്നർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് നല്ലത് വൈകിയെങ്കിലും ബുദ്ധിയുണ്ടായ കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വിജയിക്കുന്നത് തന്നെയാണ് എന്ന തോന്നലുണ്ടായാൽ കുറ്റം പറയാൻ കഴിയുമോ? അതുകൊണ്ട് സരിൻ ജയിച്ചേക്കും. അങ്ങനെ വേണം CPMനും കോൺഗ്രസിനും ഉള്ളിക്കും ബിജെപിക്കും സാധാരണക്കാരായ ഹിന്ദുവിന്റെ വില മനസ്സിലാക്കാൻ. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ BJP വളരാൻ ജാവദേക്കറും സുരേന്ദ്രനും നിലവിലുള്ള എല്ലാവരും മാറണം. ശോഭ വരണം, പ്രവർത്തന ശൈലി മാറണം. അല്ലെങ്കിൽ ബാലശാഖ മുതൽ തുടങ്ങിയ ഞാൻ പോലും വോട്ട് ചെയ്യില്ല.